ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വ്ളോഗാണ്. നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോവാണ് പാളയം മാർക്കറ്റിലോട്ട്. അപ്പം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഐഡുമോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, തപ്പുടും ഐഡുമോളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകണം. നടന്ന് അവിടെ എത്താൻ വയ്യ, ചൂട്. പിന്നെ ഈ നരവട്ട ചൂടിൽ നമ്മൾ നടക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ആയുധമാണ് കുട. ഇതെടുക്കാതെ പോകരുത്, അതാരാ വിളിക്കുന്നത്. എനിക്ക് പറന്നെത്താൻ പറ്റൂടൂ, നടന്നവിടത്തണ്ടേ. നമ്മുടെ വെറുപ്പിക്കലായിട്ട് വിളിച്ചിട്ടുണ്ട്, വെറുപ്പിച്ചിട്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ വരാൻ. അപ്പം ഞാൻ ബാഗ് പാക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. സ്റ്റേഡിയം തറവാട് മനാഞ്ചിറ സ്ക്വയർ തറവാടാണ് ഞങ്ങളുടെ മെയിൻ തറവാട്. രണ്ടാമത്തെ തറവാട് ബീച്ച്, മൂന്നാമത്തെ തറവാട് പാളയം, നാലാമത്തെ തറവാട് റോഡ്. ഇതായിട്ടാണ് ഞങ്ങൾ. ഇതെന്നാ കണ്ടു കണ്ട് മടുത്തുണ്ടാവും. എന്നാലും നമ്മളവിടുന്ന് വന്ന് എന്തേ സ്റ്റെപ്പ് ഓരോ നമ്മളെ നോക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ വേറെ വലിയ ആൾക്കാരെന്ന് വിചാരം. നമ്മൾ ചായ ഒക്കെ കുടിച്ചു, ഒരു ട്രിപ്പ് ചായ കുടിച്ചു. ഈ രണ്ടാമത്തെ ട്രിപ്പ് തുടങ്ങും. അതെ, അന്നേരം ഞങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. അത് ചേച്ചിന്റെ വക. ചേച്ചിയുടെ വക. വിഷുവിന്റെ സ്പെഷ്യൽ ഡേ. പെരുന്നാൾ സ്പെഷ്യലി പെരുന്നാൾ സ്പെഷ്യലി വീട്ടിലോട്ട് പോരും. ഇല്ല ഞാൻ ആട് സൂപ്പ് ഉണ്ടാക്കി. സൂപ്പ്, ഞാൻ ബീഫ് സൂപ്പ് ഉണ്ടാക്കി. പെരുന്നാളല്ലേ മറ്റന്നാള് ബിരിയാണി ഉണ്ടാക്കണം. എനിക്ക് വേണ്ടി മാത്രം ഒരു ഗ്ലാസ് അര ഗ്ലാസ് അരിപ്പിട്ട്. അതൊന്നും ആ മത്സരത്തേക്കൊന്നും വരരുത്, ഞാൻ ഇപ്പോഴേ പറയാം. നമുക്ക് ബുധനാഴ്ച സ്പെഷ്യൽ ആക്കിയാലോ? അരി സാധനം ചേർക്കോ? ബിരിയാണി വേണം, നെയ്ച്ചോറ് പറയാം. എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കാന്നൊക്കെ. പണി എങ്ങനെ കുറയ്ക്കാം? നെയ്ച്ചോറാകുമ്പോ ഒരു പണിയില്ല. എക്സ്പേർട്ട് ആണ് നെയ്ച്ചോറിന്. ഏത് ഉറക്കത്തിൽ വിളിച്ചെണി ഉണ്ടാക്കാൻ പറഞ്ഞാലും കുറച്ച് ഏലക്കായി ഇട്ട് രണ്ടിട്ട് കുറച്ചൊരു വെള്ളം വെച്ച് വേവിച്ച് കുറച്ച് നെയ്യ് വെച്ച് ഞാൻ നെയ്ച്ചോറായി. എനിക്ക് പെരുന്നാൾ എന്തായാലും ആഘോഷിക്കണം. കാരണം ഞാൻ 7 വർഷം പെരുന്നാൾ ആഘോഷിച്ചിട്ട് നമുക്ക് ആഘോഷിക്കാം. അതുകൊണ്ടാണ്. അപ്പൊ വിഷു എനിക്ക് ആഘോഷിക്കാം. സ്പെഷ്യൽ വിഷു ചേച്ചി അവിടെ നിന്ന് സദ്യ കൊണ്ടുവരുമോ? ഞാൻ വിഷുവിന്റെ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ. ആണോ? എന്നാലും എന്തായാലും വിഷുവിന് അവിടുത്തെ ചോറും കറിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക. പായസം മുക്കിയമ്പിക്കില് പായസം മുഖ്യമാണ്. അല്ല, ഞാൻ വൈകുന്നേരം ചോറ് വയ്ക്കൂലല്ലോ. വൈകുന്നേരം ഒന്നും കാര്യമില്ല. നീ ഇപ്പൊ തക്കാളത്തൊന്നും കഴിക്കണ്ട. എല്ലാരും ഭക്ഷണം കഴിക്കാറില്ലല്ലോ, വളരെ കുറവല്ലേ. ചോദ്യക്ക് മനസ്സിലായി. എന്നിട്ട് തടിച്ചിരിക്കുന്നതാ. നിനക്ക് കുറച്ചും കൂടി ശ്രദ്ധിച്ചൂടെ? ഈ ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് മെരിഞ്ഞപ്പോൾ എനിക്ക് മെരിഞ്ഞൂടാ. എല്ലൊക്കെ സ്ഥലത്തൊക്കെ പൊന്നി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചാ നടത്തിക്കും. ആണോ? പക്ഷെ അതിന്റെ ഇടയിൽ എന്നെ ഒരു പുറത്ത് വെച്ചോണ്ടായിട്ട് ചായ വാങ്ങിക്കരുത്. ഞാൻ ചായ കുടിച്ചോ. പക്ഷെ എന്റെയും ഏച്ചിന്റെയും ഭക്ഷണ ശൈലി വ്യത്യാസമായിട്ട്. ആക്ച്വലി ഏച്ചി തനി നാടൻ കേരള ഒരു ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഉച്ചയ്ക്കും രാത്രിയും ചോറ് ഇറങ്ങും. ബിരിയാണി കഴിച്ചാലും രാത്രി ചോറ് കഴിച്ചിട്ട് ഉറങ്ങുള്ളൂ. അതങ്ങനെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അവൾക്കൊരു നേരം കിട്ടിയാലും പട്ടിണി ആയാലും കുഴപ്പമില്ല. അതാ ഓക്കെ. എന്തോന്ന് ഡയലോഗ് ഗൈസ്, എന്താ അറിയില്ല, എനിക്ക് കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ആഗ്രഹം. അത് ആടുജീവിതം കണ്ടതിന് ശേഷം തുടങ്ങിയതാ? അല്ല, അതിന് മുന്നേ എനിക്കുണ്ട്. എനിക്കൊരു മൂവി എടുക്കണമെന്ന്, ഡയറക്റ്റ് ചെയ്യണമെന്ന്. പ്രൊഡ്യൂസർ ചേച്ചിയാണെങ്കിൽ പ്രൊഡ്യൂസർ ഞാൻ എല്ലാത്തിനും ഞാൻ ഉണ്ടാവും. പ്രൊഡ്യൂസർ ആവോ ചേച്ചിയോ? എന്റെ വീട് വിറ്റെങ്കിൽ ഞങ്ങക്ക് വീട് വിറ്റിട്ടെങ്കിലും ഞങ്ങക്ക് ആ പൈസ ഉണ്ട്. അപ്പൊ എന്റെ മേലെ അത്ര ഒരു കോൺഫിഡൻസ്. അതെ. കാരണം തോറ്റ് അങ്ങനെ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ നിന്റെ കൂടെ എനിക്ക് ഇറങ്ങി വരാല്ലോ. അല്ലെങ്കിലും പുറത്താ ഒരുമിച്ചാ പോവാ. അതുകൊണ്ട് അതും കൂടാക്കാന്ന. ഓ, ആ ധൈര്യം അല്ല, അതിന്റെ കഴിവിലുള്ള ധൈര്യം. ഓയോ, ഞാൻ ഷോർട്ട് ഫിലിം എടുത്താലോ എന്ന് വിചാരിക്കുക. 20 മിനിറ്റ് മതി. അഭിനേതാവ്
നിങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓ ഇനിയും പിന്നെ ആരും ഉദ്ദേശിച്ചു അഭിനയിക്കാൻ അറിയണോ? ഓ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇതാക്കുന്നത്. പക്ഷെ ആ ടൈമിലുണ്ട് എന്റെ ഡയറക്ടറിന്റെ ഫുൾ ഇതും കാണിക്കും. അതെ നല്ല കേക്കും എന്റെ അടുത്ത്. അപ്പം കുളിസീനൊക്കെ ഉണ്ടെങ്കിൽ നീയും ഇതിന് കുളക്കളയിൽ ചാടൂ എന്ന് പറഞ്ഞു. ആ കുളിസീനല്ല, നമ്മളെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ അങ്ങനത്തെ സീനില്ല എന്റെ ഷോർട്ട് ഫിലിമില്. രംഗം ഉണ്ടാവില്ലേ ചിലപ്പം? അങ്ങനത്തെ സീനില്ല. അപ്പത്തേക്ക് അവിടെ എത്തിക്കുന്നത്. അല്ല ഞാൻ ചോദിച്ചതാ, ചിലപ്പോ ക്യാമറ ആയിട്ട് ചാടുമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ഇറക്കിയാലോ? ടൈപ്പ് ചെയ്ത് അയച്ചെടുത്താൽ മതി. കൊടുക്കാൻ പറ്റിയ ക്യാമറയിൽ തന്നെ മെസ്സേജ് കൊടുക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ടൈപ്പ് ചെയ്യും, കുത്തിരിക്ക്. രാത്രിയിലൊക്കെ ടൈപ്പ് ചെയ്യുന്നല്ലേ, അയച്ചോട്. സമൂഹത്തിലെ ആൾക്കാർക്ക് കിട്ടൂട്. അയ്യോ എന്തൊക്കെ മക്കളെ വെറുമ്പടലാട്ടോ. ചേച്ചിന്റെ സ്റ്റോറി എടുക്കാന്ന് വിചാരിക്കും. നല്ല സ്റ്റോറിയാണ് എന്റെ കഥ. നല്ല സ്റ്റോറിയാണ് എന്റെ കഥ. നല്ല വിവരം. അത് അവർക്ക് കാണുന്നവർക്ക് ഇപ്പൊ ഏകദേശം അറിയാം ചേച്ചിനെ പറ്റി എന്താണെന്നൊക്കെ ഒരു വ്യക്തത അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? അവന് ഞാനൊന്നും പറയുന്നില്ല. തക്കുവിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ? മണ്ടയിലിരിക്കുന്ന കൊണ്ട. അത് പിച്ചെടുക്കട്ടെ? ഹെയർ സ്റ്റൈൽ പിച്ചെടുക്കട്ടെ? ഇതെടുക്കട്ടെ പിച്ചിട്ട്? ക്ഷേത്രത്തിന് പുറത്ത് വിഷുക്കണി ഉച്ചയ്ക്ക് 12 മണി മുതൽ അടിച്ചാള് ഇങ്ങനെ അടിക്ക, ഇങ്ങനെ അങ്ങനെയാണോ അടിക്ക? ഇങ്ങനെ അടിക്കേ. ഉത്സവ ദിനങ്ങളിൽ ഗോപുരമണ്ഡപത്തിൽ രാവിലെ ചെറുതാ ഞാൻ നോക്കൂല. വൈകിട്ട് 5 മണി മുതൽ വിവിധ കലാപരിപാടികൾ. സുന്ദരിക്കുട്ടി. ഓ ഇങ്ങനെ. ആ തക്കുളിന് ഇഷ്ടപ്പെടൂല. അങ്ങനെ പറ. അങ്ങനല്ല പറ. അയ്യോ ഒരുമരോ. ഓള് ഇവിടുന്ന് കണ്ടോ നല്ല സുഖത്തില് ഓളെ എടുത്ത് നടക്കണേ. ഓള് മെയിൻ റോഡിൽ എത്തിയാലുണ്ടാവും ഒക്കെ ഓടൽ. അതെ ഓട്. ഹെയർ സ്റ്റൈൽ ഞാൻ ഊരും കേട്ടോ. അവിടെ പോയിട്ട് ഞാനേ മൈക്ക് വാങ്ങിട്ട് പറയാൻ പോവാ. ഇത് ദയവ് ചെയ്ത് എല്ലാവരും ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതാണ്. ഇത് റോഡാണ്, തൊടിയല്ല. കേറി പ്രസംഗിക്കാൻ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ബ്ലോഗിലൂടെ ആയിരിക്കും പറയാം. കണ്ടോളൂ. അതെ, എന്തെങ്കിലും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ടോളൂ. അല്ലെങ്കിൽ നമ്മൾ റീച്ച് ആവും. ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോവാണ്. അതിന്റെ ഉള്ളിൽ പോയിട്ട് വ്ളോഗും കാര്യങ്ങളും എടുക്കാൻ ഞങ്ങൾക്ക് നേരമില്ല, പറ്റൂല. കാരണം കൈ കാരണം സഞ്ചി തൂക്കിയിട്ടായിരിക്കും. അതെ, അവർ നേരെ ഓട്ടോയിലോട്ട് വീട്ടിലോട്ട് പോകും, തിരിച്ചു പോകും. ഗൈസ്, ഞാൻ വീട്ടിൽ വന്നു, കുറച്ച് നേരമായി. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഈ 2 ബാഗ് ഉണ്ട്. പച്ചക്കറി അതുപോലെ മസാല സാധനം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം എത്തിയതേ ഉള്ളൂ, കുറച്ച് മുന്നേ എത്തിയിട്ടേ ഉള്ളൂ വീട്ടിൽ. ഇനി ഈ സാധനങ്ങളും ഇതൊക്കെ എടുത്ത് വെക്കണം. കോട്ട് ഗൈസ്, ഞാൻ 3 പെന്ന് വാങ്ങി. 3 എണ്ണത്തിന് 10 രൂപ. ഇത് മൈ ഗ്രീൻ ലവ്, ദിസ് ഈസ് മൈ പിങ്ക് ലവ്, ദിസ് ഈസ് ഫോർ മൈ ഐ ഡു ബ്ലൂ ലവ്. കളറിന് മീനിങ് ഉണ്ട് കേട്ടോ. ഇത് ഇതിന് മുന്നേ വാങ്ങിച്ചതാണ്. ദിസ് ഈസ് ഫോർ മൈ യെല്ലോ ലവ്, മകാച്ചു. ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. 1-ന് 5 രൂപ ഈ ക്ലിപ്പിന്. ഗൈസ്, ഇത് ഞാൻ കാസ്ലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. കാസ്ലി ഇഷ്ടായടാ? ഇഷ്ടായോ?
ഇഷ്ടമായോ ഗൈസ്? അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണ്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും കാസുവിൻ്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കണോ? തൂവലൊക്കെ പോവാണ് എൻ്റെ കാസുവിൻ്റെ മുഖത്തുള്ളത്. കാസുവിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. എന്താണ് ദേഷ്യം? ഇന്ന് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.